നമസ്കാരം, BMTV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും നൽകുന്നുണ്ട് എങ്കിൽ പുരുഷന്മാർക്ക് പരിഗണനയും മുൻഗണനയും നൽകാനുള്ള അഭിപ്രായമുണ്ടാവും. മൊത്തം രണ്ടു പേർക്കും ഒരേപോലത്തെ ഇത് കൊടുക്കും. കാര്യം എന്താ, രണ്ടു പേർക്ക് ഇപ്പം കാര്യം എല്ലാവരും ഈ ഭൂമിയിൽ കാര്യം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്താലേ ജീവിതം പൂർണ്ണമാക്കാൻ പറ്റും. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ സമത്വം വേണം. ആരും അതായത് രണ്ടുപേരും ഒരു പരസ്പര ധാരണയോടുകൂടി ജീവിക്കുക. ഇപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ എക്സാമ്പിൾ, പരസ്പര ധാരണയോടുകൂടി ആരും ആരെയും കെടുത്തരുത്, ആരെയും പുകഴ്ത്തുകയും വേണം. പക്ഷേ ഇക്വാളിറ്റി, സമത്വം വേണം. അത്ര മാത്രം, ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പീഡനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് രണ്ട് സൈഡും ഉണ്ടെന്നേ എനിക്കറിയാം. ഞാൻ സ്ത്രീ പീഡനമെന്ന് പറയുന്നില്ല, പുരുഷ പീഡനവും നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന മറ്റതിനാണ്. പിന്നെ പുരുഷന്മാരും ചതിക്കപ്പെടുന്നേ, രണ്ടു കൂട്ടരും ചതിക്കപ്പെടുന്നുണ്ട്. അതിന് രണ്ടിലും നമ്മൾ പക്ഷം പിടിക്കാൻ പാടില്ല. ഇക്വാളിറ്റി, സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നെന്ന് പറയുന്നുണ്ട് എല്ലാ നിയമത്തിലും കാര്യത്തിലൊക്കെ. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ ഇനി പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്ന ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉണ്ടാവും? ഒരുവിധം അവർക്കും വേണ്ടേ? വേണോ? അങ്ങനെ പറയാൻ കാരണം എന്താ? അല്ല, ഇപ്പം പുരുഷന്മാർ തന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ സ്ത്രീകൾ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവർക്കും വേണം. നൽകുന്നുണ്ട് എല്ലാ നിയമത്തിലും സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ മുൻഗണന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ ഇനി പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്ന നിയമം വരണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ? ആർക്കും മുൻഗണന വരണ്ടല്ലോ, സമത്വം വന്നാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പം സ്ത്രീകൾക്ക് ഇപ്പം നൽകുന്ന മുൻഗണന കുറച്ച് കുറയ്ക്കണമെന്നാണ്? ഇല്ല, അതിന്റെ ആവശ്യമില്ല. അവർക്ക് കൊടുക്കുന്ന പരിഗണന ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ നിയമമാണെങ്കിലും അവർക്ക് കുറച്ചും കൂടെ വിട്ടുവീഴ്ചകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പൊ പുരുഷന്മാർക്ക് അതേ ഒരു കാര്യങ്ങൾ വേണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഇതിപ്പം സ്ത്രീ സമത്വം വരുന്നത് വരെ ആ നിയമം നിലവിൽ വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് മാറ്റം വന്നാൽ മതിയല്ലോ. അപ്പം ഇപ്പം ഇതേപോലെയുള്ള നിയമം മതി, ഇതേ നിയമം തന്നെ മുന്നോട്ട് പോയാൽ മതി. നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട്, നിയമത്തിന് എല്ലാത്തിനും സ്ത്രീകൾക്കാണ് മുൻഗണന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുരുഷന്മാർക്ക് ഇതുപോലെ ഒരു മുൻഗണനയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമത്തിന്റെ കാര്യത്തിൽ പരിഗണന നൽകണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ഇങ്ങനെ പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. സ്ത്രീകളുടെ അവർക്ക് ആവശ്യത്തിനുണ്ട്. സ്ത്രീകൾക്കാണോ? അല്ല, പുരുഷന്മാർക്ക് ആവശ്യത്തിലേറെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കണ്ട. ഇപ്പൊ പോകുന്നത് പോലെ പോയാൽ മതി. സ്ത്രീകൾക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. നൽകുന്ന നിയമം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉണ്ടാ? അങ്ങനെയുള്ള അഭിപ്രായമല്ല. ഈ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങൾ എഴുതി നിയമങ്ങൾ കൊണ്ടുവരുന്നവർ തന്നെ സ്ത്രീകളെ അവഹേളിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയുകയാണ്, പുരുഷന്മാർക്ക് നിയമം കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊന്നും നോട്ടമില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ പ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കും മുഴുവനും പ്യുവർലി ബിസിനസ് മൈൻഡ്സ്. സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നതും പരിഗണന നൽകുന്നതായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്ന അല്ലെങ്കിൽ പരിഗണന നൽകുന്ന ഒരു നിയമം വരണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾക്ക് അതുപോലത്തെ സംരക്ഷണം വേണം. അതുകൊണ്ട് സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന പോലെ പുരുഷന്മാർക്കും പരിഗണന നൽകണം, നിയമങ്ങൾക്ക് വിട്ടുവീഴ്ച വേണമെന്നാണ് പറയുന്നത്. മുൻഗണന നൽകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിയമത്തില്. അപ്പോൾ പുരുഷന്മാർക്ക് ഇനിയിപ്പോൾ ഒരു പരിഗണന നൽകണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്കൊരു അഭിപ്രായവും ഇല്ല. ഒരഭിപ്രായവും ഇല്ല. എങ്ങനെ വന്നാലും ഒന്നുമില്ല. കാരണം അങ്ങനെയാണ്. പിച്ച കണ്ടിട്ട് പോലും ആരും ഒന്നും തരുന്നില്ല. അപ്പൊ ആർക്ക് എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എന്തായാലും BMTV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്നുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. ക്യാമറമാൻ ശ്രീകണ്ഠനൊപ്പം സൈനിങ് ഓഫ് രഹല കൃഷ്ണ.